തൃശൂരുകാർ വലിയ പ്രതീക്ഷയോടെ ജയിപ്പിച്ചുവിട്ട എംപിയാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി. ഭരത്ചന്ദ്രൻ IPS ആയി പൊതുജീവിതത്തിലും തകർത്തഭിനയിച്ച് സാധാരണക്കാരോട് അസഹിഷ്ണുത കാണിച്ച് നടക്കുന്ന അദ്ദേഹത്തിനെ തൃശൂരുകാർക്ക് തന്നെ ബാധ്യതയായി മാറിയിട്ട് നാളേറെയായി. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന മോദി സർക്കാരിന്റെ അംബാസഡറായി സുരേഷ് ഗോപി മാറുന്ന കാഴ്ചയാണ് ലോക്സഭയിലുണ്ടായത്. തമിഴ്നാട് തൂത്തുക്കുടി എംപിയും DMK നേതാവുമായ കനിമൊഴി ലോക്സഭയിൽ വയനാട് വിഷയം ഉയർത്തിയപ്പോൾ തൃശൂരിന്റെ MP കേരളത്തെയും ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെയും അപമാനിക്കുകയാണുണ്ടായത്. ഡിസംബർ 12 ലോക്സഭയിൽ ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ കനിമൊഴി സംസാരിച്ചപ്പോഴാണ് സംഭവം. തമിഴ്നാട് മുന്നേറിയ மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம், வஞ்சிக்கப்படுகிறோம். கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ பார்த்து கையை വിരിക്കறாங்க. കേരളത്തിന് വേണ്ടി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ആത്മാർത്ഥമായി തമിഴ്നാട് MP ഇടപെടുമ്പോൾ അവർക്കു നേരെ കഥകളി മുദ്ര കാട്ടുകയാണ് തൃശൂരിന്റെ MP ചെയ്തതെന്ന് രാജ്യസഭാ MP ഡോക്ടർ ജോൺ ബ്രിട്ടാസ് വിമർശിച്ചതോടെയാണ് ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത്. ഒരു BJP MP കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ MP അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ MP വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള BJPയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് 4 മാസം പിന്നിട്ടിട്ടും ₹1 പോലും അനുവദിക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, സംസ്ഥാനത്തുണ്ടായ പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള ഘട്ടങ്ങളിൽ കേരളത്തിന് കേന്ദ്രം നൽകിയ എയർലിഫ്റ്റ് സേവനത്തിന് 132.62 കോടി തിരിച്ചടയ്ക്കാൻ ഡിസംബർ 14 നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2018 പ്രളയകാലത്ത് കേരളത്തിന് നൽകിയ അരിയുടെ വിലയായി 205.81 കോടി തിരിച്ചടയ്ക്കാൻ 2022 നിർദ്ദേശം നൽകുകയും സംസ്ഥാന സർക്കാർ ആ കടം വീട്ടുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ നികുതി വിഹിതം ഭംഗിയായി കൈപ്പറ്റുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സഹായിക്കുക എന്നത് സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. എന്നാൽ കേരളം ഇടതുപക്ഷം ഭരിക്കുകയും തങ്ങൾക്ക് ശക്തിയില്ലാത്ത മണ്ണെന്നുമുള്ള കാരണത്താൽ നിരന്തരം അവഗണിക്കുന്ന ദ്രോഹിക്കുന്ന നിലപാടാണ് മോദി സർക്കാരിന്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെ തിരുത്താൻ തയ്യാറാവേണ്ട ഉത്തരവാദിത്വം മലയാളിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കാണിക്കേണ്ടതുണ്ട്. എന്നാൽ വയനാടിനും കേരളത്തിനും വേണ്ടി അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, അതു ചെയ്യുന്നവരെ കഥകളി മുദ്രകാട്ടി കളിയാക്കുകയാണ്. സ്വഭാവത്തിലും സംസാരത്തിലും ഏത് ശൈലി സ്വീകരിക്കണമെന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ താൻ സിനിമയിൽ ചെയ്ത സൂപ്പർ കഥാപാത്രത്തിന്റെ ധാർഷ്ട്യം ഇവിടുത്തെ സാധാരണക്കാരോടും മാധ്യമങ്ങളോടും കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി. സാധാരണക്കാരെയും മാധ്യമപ്രവർത്തകരെയും പിടിച്ചു തള്ളുന്നതും ഒരു മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിച്ച് അശ്ലീല ചുവയോടെ സംസാരിച്ചതും ഇന്നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അത് തെറ്റെന്ന് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകരാകാനുള്ള അടിസ്ഥാന യോഗ്യത പോലും കേന്ദ്ര സഹമന്ത്രിക്ക് ഇല്ലെന്ന് തെളിയിക്കുന്നതുമാണ് ഈ രീതി. ഒരു നാണവുമില്ലാതെ കേരളത്തെ നിരന്തരം അപമാനിക്കുന്ന സുരേഷ് ഗോപിയോട് മലയാളികൾക്കൊന്നാകെ പറയാനുള്ളത് കനിമൊഴിയുടെ ഈ കലക്കൻ ഡയലോഗാണ്. ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. சென்ட்ரல் யூனியன் கவர்மெண்ட் நம்மளை பார்த்து கையை விரிக்கிறாங்க. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് ഓൺലൈൻ.